ജെഇ മെയിൻ 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിന്റെ ഷിഫ്റ്റ് 2-ലെ 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രീന്റെ ടോപ്പിക്കിൽ നിന്ന് പ്യൂരിഫിക്കേഷന്റെ പാർട്ടിൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ജെൽദാൾസ് മെത്തേഡിൽ നിന്നുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. വെൻ 1 gram of a compound X is subjected to Jaldal's method for estimation of nitrogen, 50 ml 1 molar H2SO4 was neutralized by ammonia evolved. The percentage of nitrogen എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ജെൽദാൾസ് മെത്തേഡാണ്. ജെൽദാൾസ് മെത്തേഡിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 ഇൻറ്റു NV ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കാം. ഓർ ദാറ്റ് ഈസ് ആക്ച്വലി 1.4 ഇൻറ്റു വാലൻസ് ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നോക്കാം. ഓർ 1.4 ഇൻറ്റു വാലൻസ് ഫാക്ടർ H2SO4 ആണ് ആസിഡ് യൂസ് ചെയ്തത്. വാലൻസ് ഫാക്ടർ എത്രയാണ്? 2 ഇൻറ്റു അതിൻ്റെ മൊളാരിറ്റി 1 മോളാർ ആണ് ഇൻറ്റു അത് എത്ര ml 15 ml ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എത്രയാ 1 gram. ഓർ 1.4 ഇൻറ്റു 30 എന്ന് വരും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 42%. കാര്യമായ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തന്നിട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ഇക്വേഷൻ, ഡയറക്റ്റ് ഫോർമുല നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് യു ക്യാൻ ഗെറ്റ് 42% ആസ് യുവർ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ ദി കോമ്പൗണ്ട്. സോ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആൻഡ് 42% ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ?